പിയവിൻ കൂടെ നിന്ന് ഒച്ച വയ്ക്കും ഇവരെ. റോഡ് വന്നാൽ നാശം വരും, മോടി കണ്ടാൽ രോഷം വരും. സോളിഡാരി പേരിലാകെ നാട്ടിലോട് കൂട്ടരാടിത്. അതിന്റെ പേരാണ് മോനെ സോളിസാരിറ്റി. സാരിറ്റി സോളി തോളി സാരിറ്റി അല്ലാന്ന് സാരിറ്റി സോളി സോളിഡാരിറ്റി. ഓ തോളില് സാരിറ്റി. അല്ല ആരപ്പ ഇതിന്റെ തന്ത? വീരാൻകുട്ടി. അല്ലാന്ന് ജമാഅത്തെ ഇസ്മാലി. ഓ മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആ പാർട്ടി. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റൂല എന്ന് മാത്രല്ല, തെരഞ്ഞെടുപ്പിന് നിന്നോലും വോട്ട് ചെയ്യാനും പറ്റൂല എന്ന് പറഞ്ഞ അവസാനം ഇപ്പൊ പണ്ടൊരു വെല്ലിമ മൊല്ലാക്കാനെ സൽക്കരിച്ച കഥ മാതിരി ഇട്ടുള്ള കഥ അതറിയില്ല. പണ്ട് ഈ കഞ്ഞിന്റെ വെള്ളം കപ്പപ്പുട്ടൊക്കെ തിന്ന് നടന്നിരുന്ന കാലത്ത് ഒരു പാവം വെല്ലിമാക്ക് നാട്ടിലെ മൊല്ലാക്കാനെ സൽക്കരിക്കാൻ വല്ലാത്തൊരു പൂതി. എന്നെ വിളിച്ചാൽ മതി. വെല്ലിമ മൊല്ലാക്കാനെയാണ് വിളിച്ചത്. ഏതായാലും സൽക്കാരം ഘോഷിയാക്കാൻ നോക്കുമ്പോ യാതൊരു പാകമില്ല. അപ്പൊ വലിയ ഒരു പണിയൊപ്പിച്ച് എന്ത് അടുത്ത വീട്ടിലെ നല്ലൊരു പൂവൻ കോഴിനെ ആരും അറിയാതെ മോഷ്ടിച്ചു കൊടുന്ന് അറുത്തങ്ങട്ട് കറി വെച്ച്. അങ്ങനെ സൽക്കാരത്തിന് മൊല്ലാക്ക പൊരയിലെത്തി. മേശം അങ്ങനെ കോഴിക്കറിയും ചപ്പാത്തിയൊക്കെ അങ്ങനെ റെഡി ആയിരിക്കണുണ്ട്. അപ്പൊ മൊല്ലാക്കൊരു പൂതി, അടുത്ത കൊല്ലം വെല്ലുമ്പോ നമ്മളെ ഈ വകുപ്പിക്ക് വിളിക്കണം. അതിനുള്ള ഒരു സൂത്രം ഇപ്പൊ തന്നെ ഇവിടെ ചെയ്തു വെച്ചാലേ വിളിക്കുള്ളൂ. മൊല്ലാക്ക എന്ത് തീരുമാനിച്ചു? നമ്മളെ സൂക്ഷ്മത എന്ന് വെല്ലുമാനെ ബോധ്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. വെല്ലുമാനോട് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല വെല്ലുമ്മ, ഈ കോഴിക്കറിയും ചപ്പാത്തിയൊക്കെ ഇപ്പൊ നമ്മളെ സ്വന്തം തന്നെ അല്ലേ? റബ്ബേ, ഇത്രക്ക് വലിയ ഭക്തിയുള്ള മനുഷ്യരായിരുന്നു ഈ മൊല്ലാക്ക. ഇത് സംഗതിയായിട്ട് ഇയാൾ മനസ്സിലാക്കിയോ? ഇനിയിപ്പോ എങ്ങനെ മൊല്ലാക്കാനോട് നുണ പറയാന്ന് കരുതിയിട്ട് വെല്ലിമ്മ പറഞ്ഞു, എന്താണ് ഈ പത്തിരി പറഞ്ഞോളി, മോഷിച്ചതാണ് മൊല്ലാക്കെ. അതിനെന്താ പ്രശ്നം എന്താണെന്ന്? നിങ്ങളോടുള്ള മോഹത്തോട് ചെയ്തു പോയതാണ് മോനെ. പൊന്നാര വെല്ലിമങ്ങൾ ബേജാറാകാനൊന്നുമില്ല. ആ കഷ്ണം അങ്ങോട്ട് മാറ്റി ചളിന്ന് കറിയിലെ കറി ഇങ്ങോട്ട് വെച്ചൂടെ? കഷ്ണത്തിലല്ലേ ഹറാമ. അറിയാതെ ഒന്നോ രണ്ടോ കഷ്ണം തെറിച്ചു വീണ അതും ഹലാല് കൂട്ടിയാ മക്കെന്ന് എന്ന് പറഞ്ഞ മാതിരിയാ നമ്മളെ ജമാഅത്തേരെ നയം മാറ്റം. ആദ്യകാലത്തൊക്കെ ജനാധിപത്യം തന്നെ ഹറാമായിരുന്നു. ഇപ്പൊ പോയി ജനാധിപത്യൊക്കെ അങ്ങനെ വന്നിട്ട് നമ്മളെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഒന്നിങ്ങനെ വരുമ്പോ അഭിപ്രായമൊക്കെ ഉണ്ട്. എന്നതുപോലെ തന്നെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലും ഈ നയമാറ്റം നമ്മൾ കണ്ടു. സർക്കാർ ജോലി ഹറാമാണെന്ന് പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വുജൂബാണെന്നും അത് നടത്തിയേ പറ്റുമെന്നും പറഞ്ഞിട്ട് ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് സോളിഡാരിറ്റി. ഇക്കാലം വരെ ഇവരുണ്ടാക്കിയ ഓരോ സംഘത്തിനും നടുവിലോ തുടക്കത്തിലോ ഒടുക്കത്തിലായിട്ട് ഒരു ഇസ്ലാം ഉണ്ടായിരുന്നു. എന്നാ ബല തലമ്മലോ വാലുമ്മലോ ഊരമ്മലോ ഈ സാധനം ഇല്ല എന്നുള്ളത് വേറെ കാര്യം. നോക്കാം പറയാനെ ജമാഅത്തെ ഇസ്മാലി, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇതൊക്കെ അറിഞ്ഞ പല പേര്. ഇപ്പൊ ഇവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയോ ഇസ്ലാമിനെ പാടെ ഒഴിവാക്കി സായിപ്പിന്റെ ഭാഷയിലെ സോളിഡാരിറ്റി. ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ പേരിലുണ്ടായാൽ മതേതരമല്ലാതായി പോകുമെന്ന് ഭയക്കുന്ന വിഡ്ഢികളാണിവർ. എന്നിട്ട് ഈ സായിപ്പ് മുസ്ലിങ്ങളെ പണിയോ കാത്തു സൂക്ഷിച്ചൊരു മൂല്യങ്ങളൊക്കെയും കാത്തു സൂക്ഷിച്ചൊരു മൂല്യങ്ങളൊക്കെ നാട് കയറി പോയി, കാറ്റിലൂടെ പോയി, നോക്കി വെച്ചൊരു നാരദപ്പള്ളി നോട്ടമെത്തി പോയി, അത് ആകപ്പാളീസായി. കാത്തു സൂക്ഷിച്ചൊരു മൂല്യങ്ങളൊക്കെ നാട് കയറി പോയി, കാറ്റിലൂടെ പോയി, നോക്കി വെച്ചൊരു നാരദപ്പള്ളി നോട്ടമെത്തി പോയി, അത് ആകപ്പാളീസായി. പോറ്റി വളർത്തിയ സോളിഡാരിറ്റി, പോറ്റി വളർത്തിയ സോളിഡാരിറ്റി റോട്ടിലകെ ഓടി, ആളെ പറ്റിക്കാൻ ഓടി, വികസനത്തിന് എതിർത്തിടുന്നത് ഹോബിയാക്കി മാറ്റി, ഇവർ ഹോബിയാക്കി മാറ്റി. അതന്നെ പണി. നേരം കെട്ട് വെളുത്ത നല്ലൊരു ബക്കറ്റ് കൊടുത്ത് 10 പ്ലാക്കാർഡും പൊക്കി വമ്പിച്ചൊരു പിരിവ. എന്നിട്ട്
വഴിയിലെ തടസ്സുകൾ നീക്കൽ പുണ്യമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ പാടെ കാറ്റിൽ പറത്തി നടു റോട്ടിൽ മുദ്രാവാക്യം വിളിച്ച് മല്ലന്നങ്ങട്ട് കിടക്കും. എന്താ വല മുദ്രാവാക്യം? എന്താ? എക്സ്പ്രസ് ഹൈവേ പാടില്ല, എക്സ്പ്രസ് ഹൈവേ പാടില്ല, കരിമണൽ ഖനനം പാടില്ല, കരിമണൽ ഖനനം പാടില്ല, സ്മാർട്ട് സിറ്റി വരാൻ പാടില്ല, സ്മാർട്ട് സിറ്റി വരാൻ പാടില്ല, വയൽ നികത്താൻ പാടില്ല, വയൽ നികത്താൻ പാടില്ല, ഒന്നും പാടില്ല. ഒന്നും പാടില്ല. പിന്നെ നേരം വെളുത്ത പല്ലേക്കണിയിൽ വല്ല കുഴപ്പമുള്ളതാവോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണേ? നേരം വെളുത്ത പല്ലേക്കണിന് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചത്. എന്താണ് ചോദിക്കാൻ കാരണം? പല്ലിന്റെ ഇനാമല് പോകും, അതുകൊണ്ട് അതും പറ്റൂലെന്ന് ഇവര് പറയും. ജമാഅത്തെ ഇസ്ലാമിക്കാരെ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. പാടില്ലാത്തതിന് കാരണം പറഞ്ഞ പോലെയാണെങ്കിൽ അത് നല്ല വേറെ ചെറുതുപോലെ പാടില്ല. രണ്ടിന് പോകാനും പറ്റൂലെന്ന് ഇവര് പറയും. തടസ്സപ്പെടുത്തിയ പടച്ച തമ്പരം കാക്കട്ടെ. പൊന്നാര ജമാഅത്തുകാരാ, നിങ്ങൾ ഈ വയൽ നികത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ജനങ്ങളെ വെട്ടികളാക്കരുത്. കോഴിക്കോട് മാവൂർ റോഡിലെ ഹിറാസിൽ നടന്ന നിങ്ങളുടെ ആസ്ഥാന മന്ദിരം എവിടെയാ നിർമ്മിച്ചിരിക്കുന്നത്? വയൽ നികത്തിട്ടല്ലേ? തിരൂരിൽ സോളിഡാരിറ്റിക്കാരന്റെ പ്രകടനവും പ്രസംഗവും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താനൂരിൽ വയൽ നികത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തുകാരനെ RDO അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലെ പള്ളി, ശാന്തി ഹോസ്പിറ്റൽ, തിരൂർ ഇസ്ലാമിക് സെന്റർ, ഇതൊക്കെ വയൽ നികത്തി ഉണ്ടാക്കിയ മുതലേലിയാണ്. അതൊക്കെ എന്തിനാപ്പ നമ്മൾ അവിടെ ഇവിടെയുള്ളൊക്കെ പറയണത്? നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മളൊക്കെ അതിന് പറ്റിയൊരു തെളിവ്.